സ്നേഹമുള്ള സഹോദരങ്ങളെ ചോദിച്ചുമ്പോൾ ഞാൻ ഡോൺ ബോസ്കോ സഭയിലെ അച്ഛനാണ്. മിസ്റ്റർ ഡോൺ ബോസ്കോ അച്ഛൻ പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മയോട് ഒത്തിരി സ്നേഹമുള്ള ഒരു വിശുദ്ധനായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഡോൺ ബോസ്കോ സഭയോട് ഇത്ര സ്നേഹം. അങ്ങനെ പരിശുദ്ധ അമ്മയിലൂടെയാണ് ഡോൺ ബോസ്കോ സഭയിലേക്ക് നയിക്കപ്പെട്ടതും. ഡോൺ ബോസ്കോ എന്നൊരു വാക്കാണ് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ സ്പർശിച്ചത്. അതാണ് പിന്നെ ജീവിതത്തിൽ ഒരു പൗരോഹിത്യ വിളിയിലേക്കൊക്കെ നയിച്ചത്. ഡോൺ ബോസ്കോ എന്നൊറ്റ വാക്ക്. ഒരു ബർത്ത്ഡേ പാർട്ടിയുടെ ഇടയ്ക്ക് ഒരു വ്യക്തി ഡോൺ ബോസ്കോ എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ എന്നെ പെട്ടെന്നത് ആകർഷിച്ചു. പിന്നീട് ആണ് ഡോൺ ബോസ്കോ ആരാണെന്നും വിശുദ്ധനാണെന്നും ഒരു സന്യാസ സഭ സ്ഥാപിച്ച ഒരു വിശുദ്ധനാണെന്നൊക്കെ പിന്നീട് മനസ്സിലാക്കുന്നു. പിന്നീട് പരിശുദ്ധ അമ്മയിലൂടെ ഇങ്ങനെ ഡോൺ ബോസ്കോ സഭയിൽ അമ്മ എത്തിച്ചു. ഇപ്രകാരം ശുശ്രൂഷയിലേക്കൊക്കെ കർത്താവ് നയിച്ചു. ഇന്ന് നമ്മൾ തുടക്കത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത് ഇപ്രകാരം ഡോൺ ബോസ്കോ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം എന്നെ ഒരുപാട് സ്പർശിച്ചു. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ജീവചരിത്രം നിങ്ങൾ സാധിക്കുന്നവർക്കൊന്ന് വായിക്കുന്നതല്ല. പ്രത്യേകിച്ചും യുവജനങ്ങളായ കുട്ടികൾ, യുവാക്കളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ഡോൺ ബോസ്കോ. വളരെ ആകർഷണീയമായ ഒരു ജീവിതമായിരുന്നു വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ജീവിതം. കാലഘട്ടത്തിനനുസൃതമായി ഓരോ യുവജനങ്ങളോടും വ്യക്തിപരമായി ഇടപെട്ട ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഡോൺ ബോസ്കോ. ഈ വിശുദ്ധ ഡോൺ ബോസ്കോയെ കൂട്ടുപിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഡോൺ ബോസ്കോ പറഞ്ഞ ഒരു വാക്ക് എന്നെ ഒരു സ്പർശിച്ച ഇപ്രകാരമാണ്: നിങ്ങളുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് ദർശിക്കണമെങ്കിൽ പരിശുദ്ധ കന്യകാമറിയത്തെ അല്പം കൂടി സ്നേഹിക്കുക എന്ന്. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഒരുപക്ഷെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത ചില അവസ്ഥകളിലൂടെ, അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുമുണ്ട്. മിസ്റ്റർ ഡോൺ ബോസ്കോ പറഞ്ഞ ഇപ്രകാരമാണ്. ഒരുപാട് കാര്യങ്ങൾ മിസ്റ്റർ ഡോൺ ബോസ്കോ ചെയ്തു. ഡോൺ ബോസ്കോയുടെ മരണസമയത്ത്, മരണാസന്നായിരുന്ന സമയത്ത് ഡോൺ ബോസ്കോയുടെ അടുത്ത് ചില സഹോദരങ്ങൾ ചെന്ന് ചോദിച്ചു, മിസ്റ്റർ ഡോൺ ബോസ്കോ, സാധാരണ ഒരു വൈദികനായ അങ്ങ് എപ്രകാരമാണ് ഇത്രമാത്രം യുവജനങ്ങളുടെ ആത്മാക്കളെ നേടുക? ഡോൺ ബോസ്കോ പ്രവർത്തിച്ചത് വെറും സമൂഹം അവഗണിക്കപ്പെട്ട യുവജനങ്ങളുടെ ഇടയിലാണ്. അതായത് കൊലപാതകളുടെ ഇടയിൽ, ജയിൽ പുള്ളികളുടെ ഇടയിൽ, തെരുവ് കുട്ടികളുടെ ഇടയിൽ, ആർക്കും വേണ്ടാത്തവരുടെ ഇടയിൽ, ഡ്വെലിംഗ്വൻസിൻ്റെ ഇടയിൽ, അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി യുവജനങ്ങളെ ഡോൺ ബോസ്കോ രക്ഷിച്ചത്. ഇപ്രകാരം യുവജനങ്ങളെ ഡോൺ ബോസ്കോ വെറും ഒരു സാധാരണ വൈദികനായ അങ്ങയ്ക്ക് ഇപ്രകാരം രക്ഷിക്കുവാൻ സാധിച്ചത് എങ്ങനെ? ഒപ്പം ഒരുപാട് അത്ഭുതങ്ങൾ അങ്ങ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ സാധിച്ചു? ഡോൺ ബോസ്കോ മരണക്കിടക്കയിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: പാവം ഡോൺ ബോസ്കോ ഒന്നും ചെയ്തിട്ടില്ല, ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമാണ് ഇതെല്ലാം ഡോൺ ബോസ്കോയിലൂടെ പ്രവർത്തിച്ചത് എന്ന്. ഹല്ലേലൂയ! അതാണ് സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോട് സ്നേഹമുള്ള, പരിശുദ്ധ അമ്മയെ ആദരിക്കുന്ന വ്യക്തികളുടെ ജീവിതങ്ങളിൽ നമ്മളായിരിക്കുകയില്ല കാര്യങ്ങൾ ചെയ്യുന്നത്. മറിച്ച് ആരായിരിക്കും? പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനിലൂടെ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടും. അതാണ് വിശുദ്ധരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതങ്ങളിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിത സാഹചര്യങ്ങളിൽ ഇന്നും കാണാത്ത അത്ഭുതങ്ങൾ ദർശിക്കണമെങ്കിൽ പരിശുദ്ധ കന്യകാമറിയത്തെ അല്പം കൂടി സ്നേഹിക്കുക എന്ന ഡോൺ ബോസ്കോയുടെ വാക്കുകൾ നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം. യേശുവിൻ്റെ അമ്മയായ, നമ്മുടെ അമ്മയായ പരിശുദ്ധ അമ്മയെ നമ്മുടെ അടുത്തേക്കൊന്ന് വിളിക്കാം. ഇന്നും ജീവിക്കുന്ന അമ്മ, നമ്മുടെ കൂടെയായിരിക്കുന്ന അമ്മയെ നിങ്ങളൊന്ന് പിടിച്ചടുത്ത് നിർത്തിക്കേ. എന്നിട്ട് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ തിരുമണിക്കൂറുകളിൽ നമുക്കൊന്ന് സഞ്ചരിക്കാം. അമ്മ ഇന്ന് വരെ നമുക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാന് പരിശുദ്ധ അമ്മയെ നൽകിക്കൊണ്ട്, പരിശുദ്ധ അമ്മയെ നമ്മുടെ ഓരോരുത്തരുടെ അമ്മയായി കർത്താവ് നൽകി, യോഹന്നാനെ അമ്മയ്ക്ക് നൽകിക്കൊണ്ട് നമ്മളീ ഓരോരുത്തരും അമ്മയ്ക്കും നൽകിയ ഈ പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ ഒരിക്കലും മാറാതെ നിൽക്കുന്ന ഈ അമ്മയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങൾ ഇതുപോലെ പ്രാർത്ഥിക്കുന്നതും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുമെല്ലാം എന്തിനു വേണ്ടിയാ? കർത്താവ് രണ്ടാമതായി ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന് യോഗ്യതയുള്ളവരായി എണ്ണപ്പെടുന്നതിന് വേണ്ടിയല്ലേ നമ്മൾ ഇന്നിവിടെ ആയിരിക്കുക? കർത്താവ് രണ്ടാമതായി വിധിയാളനായി കടന്നു വരുമ്പോൾ സ്വർഗത്തിന് യോഗ്യതയുള്ളവരായി അവൻ്റെ വലതുവശത്തേക്ക് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയാ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതും പാടുന്നതും ബലിയർപ്പിക്കുന്നതുമെല്ലാം. നമ്മുടെ പരോപകാര പ്രവൃത്തികളെല്ലാം അതിനു വേണ്ടിയല്ലേ? അങ്ങനെയൊരു ദിവസമുണ്ടെന്നുള്ളത് സത്യമാണല്ലോ. ഒരു കർത്താവിൻ്റെ രണ്ടാമത്തെ ഒരു വരവുണ്ട് എന്നും, രണ്ടാമത്തെ വരവിൻ്റെ സമയത്ത് കർത്താവിൻ്റെ വലതുവശത്തായിരിക്കുവാനാ നമ്മൾ ഈ പാടുപെടുന്നതെല്ലാം എന്ന് നമുക്കറിയാം.
പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് ആദ്യമായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മളെ ഓരോരുത്തരെയും ഒരുക്കുന്നതും പരിശുദ്ധ കന്യകാമറിയമ്മ. ഈ അമ്മയോട് ചേർന്ന്, നമ്മുടെ അടുത്തുള്ള പരിശുദ്ധ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്നൊരു ഗാനം ആലപിച്ച് പരിശുദ്ധ അമ്മയിലൂടെ രണ്ടാമത്തെ വരവിന് വേണ്ടി കർത്താവ് യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരുങ്ങുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി സുവിശേഷമായി മാറുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്ന് പാടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. കർത്താവിൻ വരവിനു വേണ്ടി ലോകമൊരുക്കണമേ, സുവിശേഷം പോലെ കത്തിപ്പടരട്ടെ. രണ്ടാം വരവിനമേ മേരി കന്യമാതാവേ, കർത്താവിൻ വരവിനു വേണ്ടി ലോകമൊരുക്കണമേ, സുവിശേഷം പോലെ കത്തിപ്പടരട്ടെ. കർത്താവിനെ കരങ്ങളടിച്ച് കരങ്ങൾ ഉയർത്തി ആഗ്രഹിച്ച് എല്ലാവരും രക്ഷകനാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. രണ്ടാം വരവിന് കൈകൾ താത്തി മാതാവേ, കർത്താവിൻ വരവിനു വേണ്ടി ലോകമൊരുക്കണമേ. വ്യക്തിപരമായി നമ്മളെ ഒരുക്കുവാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധയമ്മേ, സുവിശേഷം നമ്മളിൽ ജ്വലിക്കുന്നതിന് വേണ്ടി, വചനം നമ്മളിൽ വളരുന്നതിന് വേണ്ടി, നമ്മുടെ ഓരോ സംസാരത്തിലും ദൈവവചനത്തിന്റെ ശക്തി പ്രകടപ്പെടുന്നതിന് വേണ്ടി, പ്രകടമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. സുവിശേഷത്തിന്റെ ദൂതുവിളമ്പ നമ്മൾ പോകുമ്പോൾ നമ്മുടെ അമ്മയായ മറിയം കൂടെ നടക്കുന്നു. മനസ്സിൽ ശക്തി നിറയ്ക്കുന്നു. ഉത്സാഹത്തോടുകൂടി നടന്നിടാം. സുവിശേഷത്തിന്റെ ദൂതുവിളമ്പാൻ നമ്മൾ പോകുമ്പോൾ നമ്മുടെ അമ്മയായ മറിയം കൂടെ നടക്കുന്നു. മനസ്സിൽ ശക്തി നിറയ്ക്കുന്നു. അമ്മയ്ക്കൊപ്പം ഉത്സാഹത്തോടുകൂടി നടന്നിടാം. കരങ്ങൾ ഉയർത്തി ഇനി എല്ലാവരും രക്ഷകനാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. രണ്ടാം വരവിനമേ മേരി കന്യമാതാവേ, കർത്താവിൻ വരവിനു വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം പോലെ കത്തിപ്പടരട്ടെ. കർത്താവിനെ എല്ലാവരും പ്രഘോഷിക്കുവാൻ, എന്നെയും നിങ്ങളെയും ഉപകരണങ്ങളാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. വചനം നമ്മളിൽ വളരുന്നതിനും നമ്മളിലൂടെ പ്രഘോഷിക്കപ്പെടുന്നതിനും കർത്താവിനെ എല്ലാവരും നമ്മളിലൂടെ അറിയപ്പെടുന്നതിനും അന്ത്യകാലത്തിന്റെ അപ്പസ്തോലരായി നമ്മളെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനിയൊരു ലോകമൊരുക്കണമേ. കൃപയുടെ വീട് വിതയ്ക്കണമേ. ആ ലോകം മുഴുവൻ എല്ലാവരും ചേർന്ന് നായികയായല്ലോ. ഇനിയൊരു ലോകമൊരുക്കണമേ. കൃപയുടെ വീട് വിതയ്ക്കണമേ. ആ ലോകം മുഴുവൻ കരങ്ങൾ ഉയർത്തി ഇനി എല്ലാവരും രക്ഷകനാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി ഇനി എല്ലാവരും രക്ഷകനാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. രണ്ടാം വരവിനമേ മേരി കന്യമാതാവേ, കർത്താവിൻ വരവിനു വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം പോലെ കത്തിപ്പടരട്ടെ. രണ്ടാം വരവിനമേ മേരി കന്യമാതാവേ, കർത്താവിൻ വരവിനു വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം പോലെ കത്തിപ്പടരട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും
രക്ഷകനാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. രക്ഷകനാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. രക്ഷകനാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, നീ അന്ത്യവിധിയുടെ സമയത്ത് ഞങ്ങൾ ഈ ഓരോരുത്തരെയും സ്വീകരിക്കുവാനായി കടന്നു വരുമ്പോൾ നിന്റെ വലത് ഭാഗത്തെന്നെയും നിർത്തണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായി ആ ദിവസമുണ്ടെന്നത് സത്യമാണല്ലോ, അതൊരു യാഥാർത്ഥ്യമാണല്ലോ. ആ ദിവസം കർത്താവ് എഴുന്നള്ളി വരുമ്പോൾ പലതും നമ്മൾ ഓടി നടന്ന് ചെയ്തിട്ടും ഞാൻ നിന്നെ അറിഞ്ഞില്ല എന്ന വാക്ക് കേൾക്കാതെ നീ എൻ്റെ വലതു ഭാഗത്തേക്ക് മാറി നിൽക്കുക എന്ന് തിരുവചനം ശ്രവിക്കുവാൻ നമ്മളെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ തിരുമണിക്കൂറിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മളെ ഒരുക്കുവാൻ പരിശുദ്ധാത്മാവേ ഈ നിമിഷം എൻ്റെ മനസ്സിനെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അപ്പസ്തോലന്മാരുടെ ഹൃദയങ്ങൾ പന്തക്കുസ്താ തിരുനാളിൽ തുറന്നവനെ, വചനം യഥാർത്ഥമായി ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും പ്രഘോഷിക്കുവാനും ഫലം പുറപ്പെടുവിക്കുവാനും എന്റെ ഹൃദയത്തെ ഇപ്പോൾ തുറക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. എല്ലാവരും ഇരിക്കുക. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ എണ്ണപ്പെടുന്നുണ്ട് എന്ന് നമുക്കറിയാം. നമ്മൾ ക്രൈസ്തവരായി നമ്മൾ എന്ത് ചെയ്താലും, അത് നന്മ ചെയ്താലും തിന്മ ചെയ്താലും ദൈവസന്നിധിയിൽ എണ്ണപ്പെടുന്നുണ്ട്. ഓരോ പ്രവൃത്തിയും നമ്മുടെ ചില സഹനങ്ങളാകാം, എന്തൊക്കെ നമ്മൾ ചെയ്താലും അതിനെല്ലാം ഒരു പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. കർത്താവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പാഴായി പോകുന്നില്ല. നമ്മൾ എന്തെങ്കിലും ശുശ്രൂഷകൾ ചെയ്യുവാൻ ആരംഭിക്കുമ്പോൾ ഒരു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ഏതെങ്കിലും ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു ഫലമുണ്ട്, അതിന് ഒരു പ്രതിഫലമുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ വചനമുള്ളവരെന്ന് എടുക്കുക. വെളിപാട് പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ ഏതാനും വചനങ്ങൾ നമ്മളൊന്ന് ധ്യാനിക്കുകയാണ്. വെളിപാട് പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 2-3 തിരുലിഖിതങ്ങൾ നമുക്കൊന്ന് ശ്രവിക്കാം. ബൈബിളുള്ളവരൊന്ന് എടുക്കുക. വെളിപാട് പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം നമുക്കൊന്ന് ആദ്യം ശ്രവിക്കാം. നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായ ഉറച്ചു നിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു. നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും, നിങ്ങൾ എല്ലാവരും ഉറക്കെ വായിക്കാൻ അവിടെ കിടക്കുന്നേ. നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായ ഉറച്ചു നിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ അപ്പസ്തോലന്മാരും നടിക്കുകയും എന്നാൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു. നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, നമ്മൾ സഹിഷ്ണുതയോടെ ഉറച്ചു നിൽക്കുന്ന ആ ഉറച്ചു നിൽപ്പ്, ദൈവത്തിൻ്റെ വചനത്തിന് നമ്മൾ കൊടുക്കുന്ന വില എല്ലാം ദൈവസന്നിധിയിൽ വിലയുള്ളതാണ്. ഇനി 3-ാമത്തെ വചനം കൂടെ, വെളിപാട് 2:3. തീർച്ചയായും ക്ഷമാപൂർവം പിടിച്ചു നിൽക്കുവാൻ തക്ക കഴിവ് നിനക്കുണ്ട്. എൻ്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല. എൻ്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല. അതായത് നമ്മൾ കർത്താവിന് വേണ്ടി ഓടി നടക്കുന്നതും ചെയ്യുന്നതും പീഡകൾ സഹിക്കുന്നതും സഹനങ്ങൾ ഏറ്റെടുക്കുന്നതും ജീവിതത്തിൽ വരുന്ന തിക്താനുഭവങ്ങളും എല്ലാം ദൈവസന്നിധിയിലുണ്ട്. കർത്താവ് അതെല്ലാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് തിരുവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്തൊക്കെ നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്താലും, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്താലും, എന്ത് സഹനങ്ങളിലൂടെ കടന്നുപോയാലും കർത്താവ് അവസാനം പറഞ്ഞത് എന്താണ്? നീ എനിക്ക് വേണ്ടി പീഡകൾ സഹിക്കുന്നത്, നീ രക്തസാക്ഷിയായിരിക്കുന്നത് ഞാൻ എൻ്റെ സന്നിധിയിൽ എത്തപ്പെട്ടിട്ടുണ്ട്, ഞാനതെല്ലാം കാണുന്നുണ്ട്. ഇത്രമാത്രം കർത്താവിന് വേണ്ടി ഓടി, കർത്താവിന് വേണ്ടി പീഡകൾ സഹിച്ച്, കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവിലേക്ക് ഒരുപാട് ആളുകളെ കൊണ്ടുവരുന്ന
ഒരുപക്ഷെ വിശുദ്ധരായി ജീവിക്കുന്ന വ്യക്തികളോട് കർത്താവ് അടുത്ത വചനത്തിലൂടെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സത്യം ഓർമ്മിപ്പിക്കുകയാണ്. വെളിപാട് പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുലിഖിതം. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയുവാനുണ്ട്. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയുവാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണോ അധപതിച്ചതെന്ന് ചിന്തിച്ച് അനുതപിച്ച് ആദ്യമുണ്ടായിരുന്ന സ്നേഹത്തിലേക്ക് തിരിച്ചു വരിക. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഒരുപക്ഷെ പ്രത്യേകിച്ച് ശുശ്രൂഷകൾ ചെയ്യുന്നവർ, ഇല്ലേ കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവർ, നമ്മളൊക്കെ ഒരുപാട് ഓടുന്നുണ്ട് കർത്താവിന് വേണ്ടി, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കർത്താവിന് വേണ്ടി. പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ ഇപ്രകാരം ചിന്തിക്കുന്നുണ്ട്, ദൈവമേ നിനക്കിവിടെ ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഇന്നത് പ്രവർത്തിച്ചു, ഈ രീതിയിൽ സംസാരിച്ചു, ഇന്ന ത്യാഗം ചെയ്തു, എന്നിട്ടും എന്തേ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നീ ഇടപെടാത്തത് എന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. സഹോദരങ്ങളെ, വലിയ വലിയ ശുശ്രൂഷകളിലേക്ക് ഞാനൊരു വൈദികൻ എന്നതിൽ ഒരുപക്ഷെ ഞാൻ ഇപ്രകാരം ചിന്തിക്കാം. ഞാൻ വിശുദ്ധ ബലി അർപ്പിക്കുന്നുണ്ട്, അവിടെയും ഇവിടെയൊക്കെ പോയി വചനം പ്രഘോഷിക്കുന്നുണ്ട്, ചില പ്രത്യേക കുംഭസാരത്തിൽ പാപങ്ങൾ ക്ഷമിക്കുന്നുണ്ട്, അത്യാവശ്യമൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, വളരെ തെറ്റില്ലാത്ത രീതിയിൽ കുംഭസാരിക്കുന്നുണ്ട്, പല ശുശ്രൂഷകളും ചെയ്യുന്നുണ്ട്. ഇപ്രകാരം പല ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മതി, അല്ലെങ്കിൽ ഇതൊക്കെ വലിയ കാര്യങ്ങളാണെന്ന് ചിന്തിച്ച് ഞാൻ മുന്നോട്ട് പോകുന്ന തമ്പുരാൻ വചനത്തിലൂടെ ഇന്ന് എന്നോട് സംസാരിക്കുകയാണ്. എങ്കിലും നിന്നോട് എനിക്ക് ഒരു കാര്യം പറയുവാനുണ്ട്. സഹോദരങ്ങളെ, വ്യക്തിപരമായി നമ്മളോട് ഓരോരുത്തരോടും കർത്താവ് എന്ന് പറയുകയാണ്, എങ്കിലും നിന്നോട് ഒരു കാര്യം എനിക്ക് പറയുവാനുണ്ട്. നിനക്കാദ്യം എന്നോടുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. നീ ഏതവസ്ഥയിൽ നിന്നാണോ പിന്നോട്ട് പോയത്, ആ അവസ്ഥയോർത്ത് അനുതപിച്ച് ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വരിക. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ മനസ്സിലാകുന്നത് ഇപ്രകാരമാണ്. നമ്മൾ ചില ധ്യാനങ്ങളൊക്കെ കൂടി അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ വളരെ തീഷ്ണതയോടുകൂടി കർത്താവിനെ സ്നേഹിക്കുവാൻ തുടങ്ങി, ചില ഉപവാസങ്ങളെടുത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, ചില പാപ സാഹചര്യമോളൊക്കെ വേണ്ടെന്ന് വെച്ചു. ഇനി അല്പകാലം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ചില തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ എടുത്ത ആ തീരുമാനങ്ങളിൽ നിന്നും പിന്നോട്ട് പോയ ചില സാഹചര്യങ്ങൾ ഇന്ന് നമ്മളൊക്കെ എത്രമാത്രം തീഷ്ണതയോടുകൂടി ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോയാലും കർത്താവ് പറയുകയാ, നീ ഇന്ന് ആത്മപരിശോധന നടത്തുക. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹത്തിൽ തന്നെ നീ ഇന്ന് നിലനിൽക്കുന്നുണ്ടോ, അതോ നിന്റെ ശുശ്രൂഷകൾ, നീ ചെയ്യുന്ന പ്രവൃത്തികൾ, നിന്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഓരോ ശുശ്രൂഷകളൊക്കെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുന്നതാണോ, അതോ എൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി നിർവഹിക്കുന്നതാണോ, സമൂഹത്തിലോ സഭയിലോ ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ എത്തപ്പെടുന്നതിന് വേണ്ടിയോ ആരാലുമൊക്കെ ഒരുപക്ഷെ അംഗീകരിക്കപ്പെടുന്നതിന് വേണ്ടിയോ എവിടെയെങ്കിലുമൊക്കെ ഇന്ന് ഉയർന്നു നിൽക്കുന്നതിന് വേണ്ടിയോ ആണോ ഞാൻ ഇന്ന് എൻ്റെ ശുശ്രൂഷകളിൽ എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരുപക്ഷെ പ്രാർത്ഥന അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നത് എന്ന് ചിന്തിക്കുവാൻ ഈ നവംബർ മാസത്തിൽ കരുണയുടെ വർഷത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അടുത്ത ദിവസങ്ങളിൽ ചില യുവജനങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു യുവാവ് പങ്കുവച്ചത് ഇപ്രകാരമാണ്, അച്ഛാ എൻ്റെ അപ്പൻ ഒരു മിനിസ്ട്രിയിലെ ശുശ്രൂഷകനാണ്, സെഹ്യോൻ മിനിസ്ട്രി അല്ല, വേറൊരു മിനിസ്ട്രിയെ കുറിച്ച് പറയും. എൻ്റെ അപ്പൻ ഒരു മിനിസ്ട്രിയിലെ ശുശ്രൂഷകനാണ്. കൊച്ചനോട് പറഞ്ഞ ഇപ്രകാരമാണ്, അച്ഛാ ആരാ എൻ്റെ അപ്പനെ ഈ ശുശ്രൂഷകനായി ശുശ്രൂഷയ്ക്ക് എടുത്തത് എന്ന് എനിക്കറിയില്ല. ഇവിടെ ജനിച്ചു വളർന്ന കൊച്ചു ഉപയോഗിച്ച വാക്കെന്താണെന്നറിയാവോ, വീട്ടിൽ വെറും അലമ്പ അച്ഛ. ഞാൻ ഈ കൊച്ചു ഇവിടെ ജനിച്ചു വളർന്നതല്ലേ, ഈ കൊച്ചിനിങ്ങനെ ഈ വാക്കൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നത്. പിന്നീട് മനസ്സിലായി അപ്പനും അമ്മയും വീട്ടിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് കുഞ്ഞുങ്ങൾ പഠിച്ചെടുക്കുന്നത്. പ്രിയമുള്ള സഹോദരൻ പറഞ്ഞത് ഇപ്രകാരമാണ്, എൻ്റെ അപ്പൻ ഒരു നാട് മുഴുവനും ശുശ്രൂഷകനായി അറിയപ്പെടുകയാണ്. ചില ശുശ്രൂഷ തലങ്ങളിൽ ചില മിനിസ്ട്രികളിലൊക്കെ എൻ്റെ അപ്പൻ അനേകർ ശുശ്രൂഷകനായി അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ കൊച്ച് തൻ്റെ ജീവിതത്തിൽ കുടുംബത്തിൽ അപ്പൻ്റെ പ്രവർത്തനം കണ്ട് പറയുന്നത് ഇപ്രകാരമാണ്, എൻ്റെ അപ്പൻ ശുശ്രൂഷകനാണ്, അതിൻ്റെ യൂണിഫോം ഒക്കെ ഇട്ട് നടപ്പുണ്ട്, വീട്ടിൽ ആള് വളരെ വ്യത്യസ്തമാണ്. സഹോദരങ്ങളെ, ഒരുപക്ഷെ ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിലൂടെ ഒന്ന് ചിന്തിക്കുവാനായി പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ്. വീണ്ടും ഒരു അനുഭവം പങ്കുവച്ചത് ഇപ്രകാരമാണ്. ഒരു സഹോദരൻ
കൗൺസിലിംഗ് മേഖലകളിൽ ഫാമിലി കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു സഹോദരനാണ്. പിന്നീട് ഈ സഹോദരനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്. ഞാൻ പറഞ്ഞു, അതും സെഹിയോൻ ശുശ്രൂഷകരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മളെയൊക്കെ തോമസിലെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ഇവിടെ കയറ്റി നിർത്താൻ സാധിക്കുന്നവരാണല്ലോ നമ്മളൊക്കെ, വിശുദ്ധരായ ശുശ്രൂഷകരൊക്കെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുന്ന ഇപ്പോൾ ഏത് തലങ്ങളിലൂടെ നമ്മൾ കടന്നു പോയാലും ദൈവസ്നേഹത്തെ പ്രതിയാണോ അതോ എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണോ എൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഇന്ന് ചെയ്യുന്ന ചെയ്തികളൊക്കെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിചിന്തനം ചെയ്യുവാൻ കറണ്ട് വർഷം നമ്മൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ സഹോദരനെ കുറിച്ച് പറഞ്ഞ ഇപ്രകാരമാണ്. ഫാമിലി കൗൺസിലിംഗ് ചെയ്യുന്ന സഹോദരൻ, അവൻ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ കുടുംബങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ വിളിക്കും. തീർച്ചയായും ആ സഹോദരൻ നല്ല രീതിയിൽ കൗൺസിലിംഗ് നൽകും. ആ പല കുടുംബങ്ങൾക്കും അദ്ദേഹം ഒരു അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. എന്നാൽ ചിന്തിക്കുന്ന ഇപ്രകാരമാണ്, 6 മാസമായി സ്വന്തം ഭാര്യയോട് സംസാരിച്ചിട്ട് 6 മാസമായി ഈ ഭാര്യയുമായി എവിടെയെങ്കിലുമൊക്കെ ചെയ്തിട്ട്, അതിന് മുമ്പ് ഈ ഭാര്യയും കൂടെ യാത്ര ചെയ്യുമായിരുന്നു. പക്ഷെ കാറിൽ കയറിയാൽ മിണ്ടുകയില്ല. മറ്റാരുടെയെങ്കിലും അടുത്ത് ചെന്ന് കഴിയുമ്പോൾ, ഏതെങ്കിലും കുടുംബങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചെന്ന് കഴിയുമ്പോൾ മാതൃകാ ദമ്പതികളാണ് മറ്റുള്ളവരുടെ മുമ്പിൽ. സ്വന്തം കുടുംബത്തിലേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോൾ സംസാരിക്കാറില്ല. നാട് നന്നാക്കുവാൻ, കുടുംബങ്ങളെ നന്നാക്കുവാൻ ശുശ്രൂഷകരായി നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന ചില സാഹചര്യങ്ങൾ, എന്നാൽ സ്വന്തം കുടുംബം നരകാവസ്ഥയിൽ കൊണ്ട് എത്തിക്കുന്ന ചില സാഹചര്യങ്ങളുമുണ്ട്. സഹോദരങ്ങളെ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ശുശ്രൂഷകരുടെ ജീവിതമെല്ലാം ഇങ്ങനെയാണെന്ന്. 100-ൽ 99 ശുശ്രൂഷകരും ദൈവാനുഗ്രഹത്തോടെ അഭിഷേകത്തോടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള 1-2 ശുശ്രൂഷകരുടെ ജീവിതം മതി സർവ്വ ശുശ്രൂഷ മേഖലകളും തകർന്നു പോകുന്നതിന് വേണ്ടി. അതുകൊണ്ട് ഇന്ന് എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ശുശ്രൂഷകരാണെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും തലങ്ങളിൽ ഏതെങ്കിലും ശുശ്രൂഷ ചെയ്യാൻ കർത്താവിൻ്റെ അടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ ചിന്തിക്കണം, ഇന്ന് ഞാൻ ഈ ചെയ്യുന്ന ശുശ്രൂഷ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണോ ഞാൻ ചെയ്യുന്നത്, അതോ എൻ്റെ വ്യക്തിപരമായ ഏതെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ എൻ്റെ വ്യക്തിപരമായ ഏതെങ്കിലും സ്ഥാനങ്ങൾക്ക് വേണ്ടിയോ ആണോ? ആണെങ്കിൽ കർത്താവ് പറയുന്നത് ഇപ്രകാരമാ, നിനക്കെതിരെ എനിക്കൊന്ന് പറയുവാനുണ്ട്. നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹത്തിൽ നിന്ന് നീ വ്യതിചലിച്ചു. നിനക്ക് ആദ്യമുണ്ടായത് ഏതവസ്ഥയിൽ നിന്നാണോ നീ വ്യതിചലിച്ചത്, ആ അവസ്ഥയിലേക്ക് തിരിച്ചു വന്ന് അനുദപിച്ചുകൊണ്ട് നീ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് വിളിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആത്മീയ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു അപകടമുണ്ട്. സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുവാനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കുവാനായി പ്രാർത്ഥിക്കുന്നു. ഈ കാര്യം ലഭിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നാൽ ഇത് ലഭിച്ചില്ലെങ്കിൽ ദൈവത്തെ തള്ളിപ്പറയുന്നു. ഞാൻ ഓർക്കുകയാണ്, ഈ അടുത്ത കാലത്ത് ഒരു കുടുംബത്തെ പരിചയപ്പെടുകയാണ്. ഈ കുടുംബത്തിൽ ഇപ്പോൾ ഉള്ളത് 3 ആൺകുഞ്ഞുങ്ങൾ. 4ാമത് ഈ സഹോദരി ഇപ്പോൾ ദൈവകരുണയാൽ മറ്റൊരു കുഞ്ഞിനെയും കൂടെ ദൈവം ഇവർക്ക് കൊടുത്തു. ഉദരത്തിലായിരിക്കുന്ന ഈ കുഞ്ഞ്, കർത്താവ് എനിക്ക് 3 ആൺകുഞ്ഞുങ്ങളാണ് ഉള്ളത്, എനിക്കൊരു പെൺകുഞ്ഞിനെ തരണമേ എന്ന് ഇദ്ദേഹം വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഈ സഹോദരൻ തീരുമാനിച്ചു, ഞാൻ 10 മാസം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും, എനിക്കൊരു പെൺകുഞ്ഞിനെ വേണം. ഇത്രയും നാളുമുള്ള 3 ആൺകുട്ടികൾ ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിച്ചു, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അവസാനം 10 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞുണ്ടായി. ഏത് കൊച്ചിനെ ആയിരിക്കും കർത്താവ് കൊടുത്തതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 4ാമത് സുമുഖനായ ഒരു ആൺകൊച്ചിനെ കൂടി കർത്താവിന് കൊടുത്തു. അന്നുകൊണ്ട് അവൻ്റെ ജപമാല ചൊല്ലി നിന്നു. എന്തിനാ വെച്ചാൽ പ്രാർത്ഥിക്കുന്നത്? 10 മാസം ഞാൻ പ്രാർത്ഥിച്ചു ഒരു പെൺകുഞ്ഞിന് വേണ്ടി. കർത്താവ് നൽകിയതോ സുമുഖനായ ഒരു ആൺകുഞ്ഞ്. പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ, കൊരിന്തോസുകാരുടെ ലേഖനത്തിൻ്റെ 1-ാമത്തെ ലേഖനം ഒന്ന് എടുക്കാവോ? 1 കൊരിന്തോസിൻ്റെ 15-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുലിഖിതത്തിൽ നമുക്കൊന്ന് ശ്രമിക്കാം. 1 കൊരിന്തോസിൻ്റെ 15-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുലിഖിതം ആദ്യം കിടന്നിരുന്ന് ഉറക്കെ വായിക്കാവോ? ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെയുംകാൾ നിർഭാഗ്യവാന്മാരാണ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രത്യാശ വയ്ക്കുക? നമ്മുടെ ആത്മീയ ജീവിതവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ബലിയർപ്പണവും നമ്മുടെ വചനപ്രഘോഷണങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ ലോകത്തിന് വേണ്ടി മാത്രം പ്രത്യാശ വച്ചിരിക്കുന്നവരാണ് നമ്മളെങ്കിൽ വചനം എന്താ പറയുന്നത്? നമ്മളെല്ലാ മനുഷ്യരെയുംകാൾ നിർഭാഗ്യവാൻ. നമ്മളെല്ലാ മനുഷ്യരെയുംകാൾ നിർഭാഗ്യവാൻ. ഒരു കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ഈ കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നതെങ്കിൽ, എൻ്റെ ഒരു വീട് പണിയുന്നതിന് വേണ്ടിയോ എൻ്റെ വീട് വിൽക്കുന്നതിന് വേണ്ടിയോ എവിടെയെങ്കിലുമൊക്കെ ഒരു ഉയർച്ച ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നതെങ്കിൽ, നല്ലൊരു ജോലി മേഖലകളിലേക്കോ സ്ഥാനക്കയറ്റത്തിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ പ്രത്യാശ അർപ്പിക്കുന്നതെങ്കിൽ,
ഞാൻ ഈ ലോകത്തിൻ്റെ വിസ പ്രശ്നങ്ങളോ ഈ രാജ്യത്തിൻ്റെ മറ്റ് നൂലാമാലകളൊക്കെ വിജയിക്കുന്നതിന് വേണ്ടിയാണ് പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ, എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എതിരായി ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിക്കുമ്പോൾ അവിടെ തീരുകയാണ് നമ്മുടെ ആത്മീയ ജീവിതം, അവിടെ തീരുകയാണ് ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ച. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇപ്രകാരം ദൈവം ഇന്ന് നമ്മളെ വിളിക്കുന്നത് നമ്മുടെ ആദ്യമുണ്ടായിരുന്ന ആ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാനാ. ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയോ ഈ ലോകത്തിന് വേണ്ടിയോ മാത്രം പ്രത്യാശ വയ്ക്കുന്നവരാകാതെ ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ ഏത് രീതിയിൽ നിറവേറിയാലും അത് ഏറ്റെടുക്കുവാൻ ധൈര്യമുള്ളവരായി ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആയിരിക്കണമെന്നില്ല ദൈവഹിതം നമ്മുടെ ജീവിതങ്ങളിൽ നിറവേറുന്നത്. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിലെ ദൈവിക രഹസ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായെന്നിരിക്കുകയില്ല. എങ്കിലും എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നും എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒരു കാലതാമസവും സംഭവിക്കുന്നില്ലെന്നും എൻ്റെ ദൈവം അറിയാതെ ഇപ്രകാരം ഒരു അനുഭവം എനിക്ക് ഉണ്ടാവുകയില്ല എന്നും വ്യക്തമായി പ്രത്യാശയർപ്പിച്ച് ദൈവത്തിൽ ശരണപ്പെടുന്നവരായി മാറുവാനുള്ള വിളിയാണ് സഹോദരങ്ങളെ ദൈവം നമുക്ക് നൽകുക. പത്രോസ്ലീഹായുടെ 1-ാമത്തെ ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 12-13 തിരുലിഖിതം നമുക്ക് ശ്രമിക്കാം. 1 പത്രോസിൻ്റെ ലേഖനം 4-ാമത്തെ അധ്യായത്തിൻ്റെ 12-13 തിരുലിഖിതങ്ങൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്നതുപോലെ പരിഭ്രമിക്കരുത്. നിങ്ങളെ പരീക്ഷിക്കുവാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചെന്നപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിൽ അഗ്നി പരീക്ഷകളിലൂടെ കടന്നു പോകുവാൻ വിളിപ്പിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ക്രൈസ്തവരായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ അഗ്നിപരീക്ഷകൾ ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും. അത് നമ്മുടെ ജീവിതത്തിൽ രോഗാവസ്ഥയിലൂടെ കടന്നു വരാം, ജീവിത പങ്കാളിൽ നിന്നുള്ള ചില പ്രത്യേകമായ അനുഭവങ്ങളിലൂടെ കടന്നു വരാം, നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ കടന്നു വരാം, ജോലി മേഖലകളിലൂടെ കടന്നു വരാം. വ്യത്യസ്ത തലങ്ങളിലൂടെ അഗ്നിപരീക്ഷകൾ നമ്മൾക്കുണ്ടാകും. അത് തീർച്ചയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. നിങ്ങളെ പരിശോധിക്കുവാനായി, നിന്റെ വിശ്വാസത്തിൻ്റെ മാറ്റുരയ്ക്കുവാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചെന്ന പോലെ നീ പരിഭ്രമിക്കരുത്. മറിച്ച് ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ഇന്ന് നിന്റെ ജീവിതത്തിലൂടെ ഈ കടന്നു പോകുന്ന സഹനത്തിൻ്റെ പിന്നിലെ ദൈവിക രഹസ്യങ്ങൾ നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും യേശുക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കാളിയാകുവാൻ നിനക്ക് അവസരം ലഭിച്ചിരിക്കുന്നതിനെ ഓർത്ത് നീ ആഹ്ലാദിക്കുക. അവിടുത്തെ മഹത്വം വെളിപ്പെടുമ്പോൾ നീ അത്യധികം സന്തോഷിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പ്രത്യാശയുടെ വാക്കുകളാണ് ഈ കരുണയുടെ വർഷത്തിൽ നമ്മൾ വാക്കുകൾ നമ്മൾ ഏറ്റെടുക്കേണ്ടത്. എന്ത് സംഭവിച്ചാലും എൻ്റെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലെന്നും അവൻ്റെ ഈ പരീക്ഷണങ്ങളൊക്കെ ക്ഷമയോടുകൂടി ഞാൻ ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയാൽ നമ്മൾ പൊതിയപ്പെടുമെന്നും ആ അവസാനം അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നമ്മൾ അത്യധികം ആഹ്ലാദിക്കുന്നവരായി മാറുമെന്നും ദൈവം പഠിപ്പിക്കുകയാണ്. വീണ്ടും 1 പത്രോസിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുലിഖിതം നമുക്ക് ശക്തി നൽകുകയാണ്. 1 പത്രോസിൻ്റെ 2:19. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും വ്യത്യസ്തമായ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ വചനം നമ്മളെ ശക്തിപ്പെടുത്തണം. നമ്മൾ ഈ സെക്കൻഡ് സാറ്റർഡേ കൺവെൻഷനൊക്കെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ചില ഭാരങ്ങളൊക്കെ മാറിപ്പോകുന്നതിന് വേണ്ടിയാ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ദൈവ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടിയല്ലേ. പല രീതിയിലും ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുവാനായ കടന്നു വരുമ്പോൾ അത് ഏറ്റെടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. 1 പത്രോസ് 2:19 എപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹപ്രദമാക്കി മാറ്റാമെന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. 1 പത്രോസിന്റെ 2:19. അന്യായമായി നീ പീഡിപ്പിക്കപ്പെടുമ്പോൾ, നിനക്ക് അർഹതയുള്ളത് ലഭിക്കാതിരിക്കുമ്പോൾ, നീ നന്മ ചെയ്തിട്ടും നിനക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, നീ മറ്റുള്ളവരെ കുറിച്ച് നല്ലത് സംസാരിച്ചിട്ടും മറ്റുള്ളവർ നിന്നെക്കുറിച്ച് മോശമായി സംസാരിക്കുമ്പോൾ, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടുകൂടി വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ പഴിക്കാതെ, ആ സഹനം തന്ന വ്യക്തിയെ പഴിക്കാതെ ശപിക്കാതെ,
അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടുകൂടി സഹനങ്ങൾ നീ ഏറ്റെടുക്കുമ്പോൾ അത് നിനക്ക് അനുഗ്രഹമായി മാറുമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നവംബർ മാസത്തിൽ ശുദ്ധീകരണ സ്ഥല ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന മാസമാണ്. വിശുദ്ധ ഫൗസ്തീനായിലൂടെ കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. കർത്താവ് യേശുക്രിസ്തു ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണെന്ന് വിശുദ്ധ ഫൗസ്തീനായിട്ട് പഠിപ്പിച്ചത് ഇപ്രകാരമാ: പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുമുള്ള പ്രാർത്ഥനയാണ് കർത്താവ് യേശുക്രിസ്തു ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനയെന്ന്. നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങൾ മറ്റുള്ളവരെ പഴിച്ചുകൊണ്ട്, ദൈവത്തെ പഴിച്ചുകൊണ്ട്, സഹനങ്ങളെ പഴിച്ചുകൊണ്ട് ഏറ്റെടുക്കുമ്പോൾ അത് ഒരു ഉപകാരവുമില്ലാതെ പാഴ്വേലയായി മാറുകയാണ്. എന്നാൽ ജീവിതത്തിൻ്റെ സഹനങ്ങൾ ഈശോയെ ഇതെനിക്ക് താങ്ങാനാവുന്നില്ലെങ്കിലും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നുവെന്ന് പറഞ്ഞ് കാഴ്ചവെക്കുമ്പോൾ അനേകം ശുദ്ധീകരണ ആത്മാക്കൾ നമ്മുടെ ഈ സഹനങ്ങളിലൂടെ സ്വർഗത്തിലെത്തപ്പെടുകയാണ്. കർത്താവേ, എൻ്റെ ഈ വേദന, എൻ്റെ ഈ കുറ്റപ്പെടുത്തൽ, ഒറ്റപ്പെടുത്തലുകൾ, എൻ്റെ ഈ കടബാധ്യതകൾ, എന്തൊക്കെയാണ് ഞാൻ കടന്നു പോകുന്ന സഹനങ്ങളുടെ മേഖലകൾ, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ അത് അനേകം പാപികളെ സാത്താൻ്റെ കെണിയിൽ നിന്ന് മോചിപ്പിക്കുവാൻ കാരണമാവുകയാണ്. ഇപ്രകാരം സഹോദരങ്ങളെ, സഹനങ്ങൾ ദൈവചിന്തയോടുകൂടി ഏറ്റെടുത്തുകൊണ്ട് ഓരോ മിഷണറിമാരായി ആത്മാക്കളെ നേടി നമ്മൾ ദൈവചിന്തയോടുകൂടി സഹനങ്ങൾ ക്ഷമാപൂർവ്വം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമായി നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ കർത്താവ് ഇടപെടുകയാണ്. ഈ അനുഗ്രഹം ലഭിക്കുന്നതിനുള്ള കണ്ടീഷൻ ഇപ്രകാരമാണ്: സഹനങ്ങളെ ദൈവചിന്തയോടുകൂടി പഴിക്കാതെ, ശപിക്കാതെ, ക്ഷമാപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് ജീവിതങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി സഹനങ്ങളെ കാഴ്ചവെക്കുമ്പോൾ അത് അനുഗ്രഹമായി മാറും. പ്രിയമുള്ള സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞതുപോലെ കരുണയുടെ വർഷം ഈ മാസം 20-ാം തീയതിയോടെ തീരുകയാണ്. നാളെ 14-ാം തീയതിയോടുകൂടി പല കത്തീഡ്രലുകളിലുമുള്ള ഹോളി ഡോർ പിതാക്കന്മാർ അടയ്ക്കുകയാണ്. 20-ാം തീയതി വരെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകാം. നമുക്ക് ദൈവം ഈ വർഷം ചൊരിഞ്ഞ വലിയ കരുണയുടെ വലിയ കൃപ സ്വീകരിച്ചിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ കരുണയുടെ വാതിലിലൂടെ കടന്നുപോയി ദൈവാനുഗ്രഹം, ദണ്ഡവിമോചനം പ്രാപിക്കുവാൻ അവസരം ലഭിച്ചിരിക്കുന്നവരൊന്ന് കൈവെക്കാവോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈതാത്തിക്കുക. താങ്ക് യു. ഇങ്ങനെ ഒരു അവസരം കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാവോ? ഇതുവരെ കരുണയുടെ വാതിലൂടെ കടന്നു പോകാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാവോ? കൈതാത്തിക്കുക. പലർക്കും സാധിച്ചിട്ടില്ല. സഹോദരങ്ങളെ, നമുക്ക് ഇതുവരെയും ഈ കരുണയുടെ വാതിൽ കടന്നു പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലാണ്. നമുക്ക് ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ. ബർമിയാം കത്തീഡ്രലിലും മറ്റ് കത്തീഡ്രലിലൊക്കെ നാളെ കൊണ്ട് അടയ്ക്കുകയാണെന്നാണ് കേട്ടത്. സാധിക്കുമെങ്കിൽ നാളെ തന്നെ സഹോദരങ്ങളെ, എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ കരുണയുടെ വാതിൽ ഇപ്പോഴും തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുടുംബമായിട്ട് കടന്നു ചെല്ലണം. അതിലേ പോയി പൂർണ്ണ ദണ്ഡവിമോചനത്തിൻ്റെ വ്യവസ്ഥകൾ ചെയ്ത് ഈ അവസാന മണിക്കൂറുകളെങ്കിലും പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിച്ച് കർത്താവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ അച്ഛൻ നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. ഇത്രയും നാളും നമുക്കത് സാധിച്ചിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, ഇത് നമുക്ക് നഷ്ടപ്പെടുന്നത് വലിയ ദൈവിക ഇടപെടലാണെന്ന് മനസ്സിലാക്കണം. എന്താണ് ഇപ്രകാരമുള്ള ഈ കരുണയുടെ വാതിലൂടെ പ്രവേശിക്കുമ്പോൾ നമുക്ക് ലഭിക്കുക? ഇനി കരുണയുടെ വാതിലൂടെ കടന്നുപോയ പലർക്കും ഒരുപക്ഷെ പൂർണ്ണമായ ദണ്ഡവിമോചനം ലഭിച്ചിരിക്കണമെന്ന് നിർബന്ധമില്ല. അതും കൂടി അച്ഛനൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്ന ഇപ്രകാരമാണ്: ഒന്ന് കുമ്പസാരിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു പരിഹാരമായി എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. കുമ്പസാരിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, എല്ലാ പാപങ്ങൾക്കും ഒരു പരിഹാരം ആകുന്നില്ല. ക്രൈസ്തവനായ നമ്മൾ വ്യക്തിപരമായി മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇപ്രകാരമാണ്: ഞാനും നിങ്ങളും ചെയ്യുന്ന ഓരോ പാപങ്ങൾക്ക്, ഞാനും നിങ്ങളും ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വൽ പാപങ്ങൾക്ക് 2 പരിണിത ഫലങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഒന്ന് നിത്യശിക്ഷ, 2 താൽക്കാലിക ശിക്ഷ. എന്താണ് നിത്യശിക്ഷ? നരകം, സ്വർഗം നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹരാകുന്ന മേഖലയാണ് നിത്യശിക്ഷ. അതോടൊപ്പം തന്നെ ഓരോ പാപങ്ങൾക്ക് ലഭിക്കുന്ന 2ാമത്തെ ശിക്ഷയാണ് താൽക്കാലിക ശിക്ഷ, ദ ടെമ്പറൽ പണിഷ്മെന്റ്. എന്താണ് താൽക്കാലിക ശിക്ഷ? ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ പാപത്തിൻ്റെ പരിണിത ഫലമായി കടന്നു വരുന്ന ചില ശിക്ഷ നമ്മൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ പാപങ്ങൾക്കും താൽക്കാലിക ശിക്ഷ ചെയ്ത് തീർന്നിട്ടില്ലെങ്കിൽ, ഇല്ലെങ്കിൽ താൽക്കാലിക ശിക്ഷ മാറിപ്പോകുന്ന രീതിയിലുള്ള പരിഹാരം ചെയ്തിട്ടില്ലെങ്കിൽ, ഇത് ശുദ്ധീകരണ സ്ഥലത്തിൽ
വർഷങ്ങളോളം കിടന്ന് അനുഭവിച്ച് തീർന്നിട്ട് മാത്രമേ സ്വർഗത്തിലേക്ക് നമുക്ക് കയറി പോകുവാൻ സാധിക്കുകയുള്ളൂ. ഇത് മനസ്സിലാക്കുവാൻ അല്പം പ്രയാസമുണ്ട്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അച്ഛൻ അത് മനസ്സിലാക്കി തരാം. സാമുവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകം ഒന്ന് എടുക്കുക. സാമുവേൽ പ്രവാചകൻ 2-ാമത്തെ പുസ്തകത്തിൻ്റെ 12-ാമത്തെ തിരുലിഖിതം ഒന്ന് എടുക്കുക. സാമുവേൽ 2 സാമുവേലിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 13ഉം 14ഉം തിരുലിഖിതങ്ങൾ എടുക്കുക, വായിക്കുക, ഉറക്കെ വായിക്കുക. ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. ഇതിന്റെ കോണ്ടക്സ്റ്റ് പ്രകാരമാണ്. ദാവീദ് രാജാവിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാം, ഇല്ലയോ? ദാവീദ് രാജാവ് പാപം ചെയ്തു. എന്ത് പാപമാണ് ചെയ്തത്? ദാവീദ് രാജാവ് ചെയ്ത പാപം എന്തുവാ? വ്യഭിചാരം ചെയ്തു. ഈ വ്യഭിചാരത്തെ മറച്ചു വെക്കാനായിട്ട് ഒന്നും കൂടെ ചെയ്തു. എന്താ ചെയ്തേ? കൊലപാതകം ചെയ്തു. ഈ 2 മാരക പാപങ്ങൾ ചെയ്തു. ഒന്നും സംഭവിക്കാത്ത രീതിയിൽ രാജാവ് ഇരിക്കുകയാ. ദൈവം നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുത്തേക്ക് അയച്ചു. ദാവീദ് കർത്താവിന്റെ ഹൃദയത്തിനിണങ്ങിയ രാജാവാണെന്ന് നമുക്കറിയാം. എങ്കിൽ ഇവൻ പാപം ചെയ്ത് ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. ദൈവം വേദനിച്ചുകൊണ്ട് നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുത്തേക്ക് അയച്ചിട്ട് പറഞ്ഞു, നാഥാൻ പറഞ്ഞത് പറഞ്ഞോളൂ, വായിച്ചോളൂ. ദാവീദ് പറഞ്ഞു, നാഥാൻ പറഞ്ഞു, കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. ദാവീദിന്റെ അടുത്തേക്ക് നാഥാൻ പ്രവാചകൻ കടന്നു ചെന്ന് നീ ദൈവത്തെ വേദനിപ്പിച്ചുവെന്ന് പറഞ്ഞപ്പോൾ ദാവീദ് വ്യസനിച്ചുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് ദൈവത്തോട് മാപ്പ് ചോദിച്ചു. ഈ അനുതാപത്തോടെയുള്ള പ്രാർത്ഥന ദൈവം കേട്ട് ദാവീദിന്റെ അടുത്തേക്ക് വീണ്ടും നാഥാൻ പ്രവാചകൻ അയച്ചു പറഞ്ഞു, ദാവീദേ, നീ അനുദപിച്ച് പശ്ചാത്തപിച്ച് മാപ്പപേക്ഷിച്ചത് കൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. നീ മരിക്കുകയില്ല എന്ന് നാഥാൻ പ്രവാചകന്റെ അർത്ഥം ഈ ലോകത്തിൽ നിന്ന് നീ മരിക്കുകയില്ലെന്നല്ല, നിനക്ക് നിത്യമരണം സംഭവിക്കുകയില്ല എന്ന്. അതായത് നീ നരകത്തിൽ പോവുകയില്ല, നീ സ്വർഗത്തിൽ പോകും. ഇതാണ് കുമ്പസാരത്തിൽ സംഭവിക്കുക. അനുതാപത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി പശ്ചാത്തപിച്ച് കുമ്പസാരിച്ച് ഇനി പാപം ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ചു കഴിയുമ്പോൾ സഹോദരങ്ങളെ, സ്വർഗം ദൈവം നമുക്ക് ഗ്യാരണ്ടിയായി നൽകും. നിത്യശിക്ഷ കർത്താവ് എടുത്തു മാറ്റും. പിന്നെ നരകത്തിൽ പോവുകയില്ല, ഉറപ്പാണ്. സ്വർഗം ഗ്യാരണ്ടിയായി ലഭിക്കും. എന്നാൽ താൽക്കാലിക ശിക്ഷ കുമ്പസാരത്തിലൂടെ നീങ്ങിപ്പോകുന്നില്ല. ഇനി അടുത്തതായിട്ട് നാഥാൻ പ്രവാചകൻ ദാവീദിനോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഉറക്കെ വായിച്ചേ. എങ്കിലും ഈ പ്രവൃത്തി കൊണ്ട് നീ കർത്താവിനെ അവഹേളിച്ചതിനാൽ നിന്റെ കുഞ്ഞ് മരിച്ചു പോകും. ഇതാണ് താൽക്കാലിക ശിക്ഷ. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ അനുദപിച്ച് നിലവിളിച്ച് മാപ്പപേക്ഷിച്ചപ്പോൾ നിത്യശിക്ഷ കർത്താവ് എടുത്തു മാറ്റിയെങ്കിലും താൽക്കാലിക ശിക്ഷ തൻ്റെ കുഞ്ഞിൻ്റെ മരണത്തിലൂടെ ദാവീദ് രാജാവ് ഏറ്റെടുക്കേണ്ടി വരികയാണ്. ഞാനും നിങ്ങളും ചെയ്യുന്ന ഓരോ പാപത്തിനും ഇപ്രകാരം 2 പരിണിത ഫലങ്ങളുണ്ടെന്നും ഓരോ നിത്യശിക്ഷ മാത്രമാണ് കുമ്പസാരത്തിലൂടെ നീങ്ങിപ്പോകുന്നതെന്നും താൽക്കാലിക ശിക്ഷ കുമ്പസാരത്തിലൂടെ നീങ്ങിപ്പോകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന ഓരോ പാപത്തിനും പരിഹാരം ചെയ്യണം. എപ്രകാരമാണ് താൽക്കാലിക ശിക്ഷ മാറിപ്പോകുവാൻ പരിഹാരം ചെയ്യുക? നിരന്തരമായ വിശുദ്ധ ബലി അർപ്പിച്ച് നമ്മുടെ പാപത്തിന് പരിഹാരമായി സമർപ്പിക്കുമ്പോൾ താൽക്കാലിക ശിക്ഷ നീങ്ങിപ്പോകും. പരിശുദ്ധയമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് പരിഹാരം ചെയ്യുമ്പോൾ താൽക്കാലിക ശിക്ഷ നീങ്ങിപ്പോകും. കുരിശന്റെ വഴിയിലൂടെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ താൽക്കാലിക ശിക്ഷ നീങ്ങിപ്പോകും. അത് എല്ലാത്തിനും ഒന്നിച്ചൊരു താൽക്കാലിക ശിക്ഷയല്ല, ഓരോ പാപത്തിനും നമ്മൾ പരിഹാരം ചെയ്യേണ്ടിയിരിക്കുന്നു. സഹോദരങ്ങളെ, ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ കുഞ്ഞിൻ്റെ മരണത്തിലൂടെ താൽക്കാലിക ശിക്ഷ ഏറ്റെടുത്തതുപോലെ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പാപത്തിൻ്റെയും പരിണിത ഫലമായി താൽക്കാലിക ശിക്ഷ കടന്നു വരുന്നുണ്ട്. അത് മരണമായി കടന്നു വരാം, അത് രോഗമായി കടന്നു വരാം, അത് ചില കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില പ്രത്യേക സ്വഭാവമായി കടന്നു വരാം, അത് കടബാധ്യതയായി കടന്നു വരാം, അത് തകർച്ചയായി കടന്നു വരാം. നമ്മുടെ പാപത്തിൻ്റെ താൽക്കാലിക ശിക്ഷ ദൈവം നമ്മോട് ചേർത്ത് വച്ചിരിക്കുന്ന കുടുംബത്തിൽ പലരും അനുഭവിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ചില അനുഭവങ്ങളിലൂടെ ഇന്ന് ലോകത്ത് കാണുന്നുണ്ട്. അതല്ലേ ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിക്കുക? അവൻ ചെയ്ത പാപത്തിന്റെ ഫലം കുഞ്ഞിന്റെ മരണത്തിലൂടെ അവൻ ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യം. പ്രിയമുള്ള സഹോദരങ്ങളെ, താൽക്കാലിക ശിക്ഷ എന്ന് പറഞ്ഞ് നിസ്സാരമല്ലെന്നും പാപത്തിന്റെ പരിണിതഫലം നിസ്സാരമല്ലെന്നും നമ്മൾ മനസ്സിലാക്കുകയാ. ഇനി സഹോദരങ്ങൾ ചിന്തിക്കുന്നത് പ്രകാരമാ, ഈ താൽക്കാലിക ശിക്ഷ ഈ ലോകത്ത് നമ്മൾ ജീവിച്ചു തീർന്നിട്ടില്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ ഇതിന് മുഴുവനും പരിഹാരം ചെയ്തിട്ട് മാത്രമേ സ്വർഗത്തിലേക്ക് കയറിപ്പോവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി പ്രഭാഷകന്റെ പുസ്തകത്തിന്റെ 21-ാമത്തെ അധ്യായത്തിന്റെ
1 മുതൽ 2 വരെയുള്ള തിരുലിതകളിൽ സഹോദരങ്ങളെ പാപത്തിൻ്റെ ഗൗരവം എന്താണെന്ന് കർത്താവ് വെളിപ്പെടുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇപ്രകാരം ചിന്തിക്കും, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ഈ കാലത്ത് UK-യിൽ ഈ സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ ഇപ്രകാരം ഈ കൊച്ചു കൊച്ചു പാപമൊക്കെ ചെയ്തില്ലെങ്കിൽ എന്താ UK-യിലെ ഒരു ജീവിതം? ഇപ്രകാരം ഒരു പാപ സാഹചര്യത്തിലേക്ക് ഞാൻ എത്തപ്പെട്ടിട്ടില്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്നൊക്കെയുള്ള പാപത്തെ ലാഘവത്തോടെ കണ്ടുകൊണ്ട്, പാപത്തിൻ്റെ ഗൗരവത്തെ ലാഘവത്തോടെ കണ്ടുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പ്രഭാഷകന്റെ പുസ്തകത്തിലൂടെ കർത്താവ് അരുളി ചെയ്യുകയാ. പ്രഭാഷകൻ 21:1-2 ലിഖിതങ്ങളിലൂടെ, മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപത്തിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി നീ ചെയ്യരുത്. ഈ കരുണയുടെ വർഷത്തിൽ കർത്താവ് നൽകുന്ന ഇപ്രകാരമാ, മകനെ, നീ ഇതുവരെ ചെയ്ത പാപം ഞാൻ പൊറുത്തിരിക്കുന്നു. ഇതുവരെ നീ ചെയ്ത സകല മേഖലകളും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി ആ മേഖലയിലേക്ക് നീ പോകരുത്. ഇനി ആ കൂട്ടുകെട്ടിലേക്ക് നീ പോകരുത്. ഇത്രയും നാൾ നിന്റെ കുടുംബത്തെ അസ്വസ്ഥപ്പെടുത്തിയ ആ സ്വഭാവമുണ്ടല്ലോ, നിന്റെ കുടുംബത്തിൽ നിന്റെ ഭാര്യയല്ല ജീവിത പങ്കാളി, നിന്റെ ഭർത്താവ് നിന്നോട് പലപ്പോഴും അതെന്നെ വേദനിപ്പിക്കുന്നുവെന്ന് പറഞ്ഞിട്ടും കൂട്ടുകാരെ പ്രീതിപ്പെടുത്തുവാൻ, നാട്ടുകാരെ പ്രീതിപ്പെടുത്തുവാൻ, സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ ആയിത്തീരുവാൻ നീ കടന്നുപോയ പാപത്തിന്റെ ആ വഴികളുണ്ടല്ലോ. കർത്താവ് പറയുകയാ, ഈ കരുണയുടെ വർഷത്തിന്റെ അവസാന മണിക്കൂറിലെങ്കിലും അത് വിട്ടുപേക്ഷിക്കുവാൻ, വെറുത്തുപേക്ഷിക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് നീ എന്നിലേക്ക് തിരിച്ചു വരിക. മകനെ, നീ ഇനി ആ പാപം ചെയ്യരുത്. നിന്റെ കഴിഞ്ഞകാല പാപങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ കരുണ ലഭിക്കാൻ നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ തിരുലിഖിതത്തിലൂടെ കർത്താവ് സ്നേഹത്തോടെ നമ്മളെ വിളിക്കുകയായി. തിരുമണിക്കൂറിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ തിരുലിഖിതം നമുക്കൊന്ന് ശ്രവിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. 30 വർഷമായില്ലേ നീ അവസ്ഥയിൽ കടന്നു പോകുന്നു? 19 വർഷമായില്ലേ ഇതിലൂടെയൊക്കെ തുടരുന്നു? ഇല്ലേ 10-15 വർഷമായില്ലേ ഈ ബന്ധങ്ങളിലൂടെ കടന്നു പോകുന്നു? ഇത് കരുണയുടെ വർഷമാണ്. വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ ഓരോരുത്തരോട് വ്യക്തിപരമായി പറയുകയാ. വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. അടുത്തത് വചനം വായിച്ചേ. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞ് പോലെ വെണ്മയുള്ളതായി തീരും. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അത് മഞ്ഞ് പോലെ വെണ്മയുള്ളതായി മാറും. കരുണാമയനായ കർത്താവ് നിന്റെ ജീവിതത്തിന്റെ കഴിഞ്ഞകാല പാപങ്ങൾ എത്രമാത്രം കാഠിന്യമുള്ളതാണെങ്കിലും ക്ഷമിക്കുവാൻ കരുണയുടെ വാതിൽ തുറന്നിട്ട് കാത്തിരിക്കുകയാ. കർത്താവ് വിളിക്കുന്ന ഇപ്രകാരമാ, കുഞ്ഞെ, നീ ഒന്ന് വന്നാൽ മതി, നമുക്ക് രമ്യതപ്പെട്ട് നിന്നെ ഞാൻ വീണ്ടും ഉയർത്തും, നിന്നെ അനുഗ്രഹിക്കും, നിനക്ക് വിടുതൽ നൽകും. നിന്റെ കഴിഞ്ഞകാല പാപങ്ങളിലൂടെ നിന്നിലൂടെ നിന്റെ കുടുംബത്തിലേക്കും നീ വരുത്തി വച്ചിരിക്കുന്ന താൽക്കാലിക ശിക്ഷയുടെ സകല മേഖലകളും ഞാൻ എടുത്തു മാറ്റുമെന്ന് കർത്താവ് ഈ പൂർണ്ണ ദണ്ഡവിമോചനത്തിന്റെ പ്രക്രിയയിലൂടെ പറയുകയാ. എന്താണ് സഹോദരങ്ങളെ കരുണയുടെ വാതിലൂടെ പ്രവേശിക്കുമ്പോൾ നമുക്ക് ലഭിക്കുക? ഇന്ന് വരെ ചെയ്ത സകല പാപവും, പാപത്തിന്റെ പരിണിത ഫലവും, പാപത്തിന്റെ ശിക്ഷയും, താൽക്കാലിക ശിക്ഷയും നിത്യശിക്ഷയും ദൈവം കർത്താവായ യേശുക്രിസ്തു കാൽവരി മലയിൽ നമുക്ക് വേണ്ടി അർപ്പിച്ച വിശുദ്ധ ബലിയുടെ യോഗ്യതയാൽ, നമുക്ക് വേണ്ടി ചിന്തിയ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ, നമുക്ക് വേണ്ടി യേശുക്രിസ്തു ഏറ്റെടുത്ത സഹനങ്ങളുടെ യോഗ്യതയാൽ നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ഈ തീർത്ഥാടന യാത്ര നടത്തുന്ന ആ നിമിഷം വരെയുള്ള സകല പാപങ്ങളും, സകല പാപങ്ങളുടെ സകല പരിണിത ഫലങ്ങളും, സകല ശിക്ഷയും ദൈവപിതാവ് എടുത്തു മാറ്റി നമ്മളെ പൂർണ്ണമായി പാപമോചനം നൽകി വിശുദ്ധീകരിക്കുന്ന ദൈവകരുണയുടെ വലിയ ഒരു ഇടപെടല ഓരോ വിശുദ്ധവാതിലൂടെ പ്രവേശിക്കുമ്പോൾ നമുക്ക് ലഭിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരിക്കലൊക്കെ കിട്ടുന്ന അവസരമായി ഈ അവസരം നമ്മൾ എടുക്കുകയാണ്. ഇല്ലെങ്കിൽ ഇത് മുഴുവനും ശുദ്ധീകരണ സ്ഥലത്തിൽ അഗ്നി ശുദ്ധി ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ശുദ്ധീകരിക്കപ്പെടത്ര എളുപ്പമാണ് എന്ന് കരുതരുത്. പ്രിയമുള്ളവർ, ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്. നമ്മുടെ പാപത്തിൻ്റെ പരിണിത ഫലം കർത്താവ് പൂർണ്ണമായി എടുത്തു മാറ്റുന്ന ഈ കരുണയുടെ വാതിൽ ഇതുവരെ ആരെങ്കിലുമൊക്കെ പ്രവേശിച്ചിട്ടെങ്കിൽ, നമ്മുടെ അടുത്തുള്ളതൊക്കെ നാളെ അടയ്ക്കുകയാണെങ്കിൽ അല്പം ത്യാഗം ചെയ്ത് നാളെയെങ്കിലും പോയി അവിടെ വിശുദ്ധ ബലി അർപ്പിച്ച് ബാക്കി 3 കാര്യങ്ങൾ ചെയ്ത് പൂർണ്ണ ദണ്ഡവിമോചനം ഏറ്റെടുക്കുവാൻ അച്ഛൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്.
സഹോദരങ്ങൾ, ഇത് പറയുമ്പോൾ മറ്റൊരു ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ അടുത്തുള്ള കുടുംബങ്ങളിൽ ഏതെങ്കിലും കുടുംബങ്ങളിൽ ആരെങ്കിലും രോഗികളായി കഴിയുന്ന കാണുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും തകർച്ച അവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ടെങ്കിൽ, അവരുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും പ്രത്യേകമായ ചില അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ ആരും ചിന്തിക്കാൻ പാടില്ല ഇത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ പാപത്തിൻ്റെ ഫലമാണ് എന്ന്. ആരെയും വിധിക്കുവാൻ പാടില്ല. അതിനൊക്കെ പിന്നിലെടുക്കുന്ന കാര്യങ്ങൾ നമുക്കറിയില്ല. അതിന് ഏതെങ്കിലും കുടുംബത്തിൽ ഏതെങ്കിലും തകർച്ചയോ സഹനങ്ങളോ രോഗങ്ങളോ ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ അവരുടെ പാപത്തിൻ്റെ ഫലമാണെന്ന് വിധിച്ച് ചിന്തിക്കുവാൻ പാടില്ല. കാരണം വിധിക്കാൻ നമുക്ക് ആർക്കും അനുവാദമില്ല. നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ്, ഞാൻ ചെയ്യുന്ന ഈ ഓരോ പാപത്തിനും ഒരു പരിണിതഫലമുണ്ടെന്നും അതെൻ്റെ കുടുംബത്തിലോ വ്യക്തിപരമായോ ഞാൻ ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊന്നും മനസ്സിലാക്കിക്കൊണ്ട് ഓരോ പാപം ചെയ്യാതെ ജീവിക്കുക. പാപം ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി പോകാത്ത സഹോദരങ്ങൾക്ക് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കരുണയുടെ വാതിലൂടെ പ്രവേശിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം സഹോദരങ്ങളെ? ആദ്യം തന്നെ പൂർണ്ണമായ ഒരു കുമ്പസാരം നടത്തുക. ആത്മാർത്ഥമായ ഒരു കുമ്പസാരം, അനുതാപത്തോടെയുള്ള കുമ്പസാരം. ഈ കുമ്പസാരം പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കാൻ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കരുണയുടെ വാതിൽ സ്ഥാപിച്ചിരിക്കുന്ന പള്ളിയിൽ പോയി കുമ്പസാരിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഏതെങ്കിലും ഇടവക വികാരിച്ചൻ്റെ അടുത്തോ ഏതെങ്കിലും ആശ്രമങ്ങളിലോ പോയി കുമ്പസാരിച്ച് കുമ്പസാരത്തിൻ്റെ ആ വരപ്രസാദം നിലനിൽക്കെ തന്നെ ഈ തീർത്ഥാടന യാത്ര നടത്തി നമ്മൾ ഈ പൂർണ്ണ ദണ്ഡവിമോചനം ഏറ്റെടുക്കുക. രണ്ട്, എവിടെയാണോ ഈ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് കരുണയുടെ വാതിലുള്ള പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കുക. ഇപ്പം നമ്മളൊക്കെ എളുപ്പമുണ്ട്, ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ അവിടുത്തെ ബലിയുടെ സമയം നോക്കി അവിടെ പോയി ബലി അർപ്പിച്ച് വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കുക. ഇനി മൂന്നാമതായി മാർപ്പാപ്പായുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ചിലർ ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ചിലർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും, ചിലർ കർണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ജപം ഇപ്രകാരം വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് അവിടെ ഇപ്രകാരം പ്രാർത്ഥിക്കണം. ഞാൻ ചൊല്ലി ഈ രണ്ട് വിശ്വാസ പ്രമാണം മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടി ദൈവപിതാവിന് മുമ്പിൽ ഞാൻ കാഴ്ചവെക്കുന്നുവെന്ന് പറഞ്ഞ് കാഴ്ചവെക്കണം. അതിന് ഇപ്രകാരം 3 കാര്യങ്ങൾ ചെയ്ത് കരുണയുടെ വാതിലൂടെ പ്രവേശിക്കുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം ദൈവം നമ്മുടെ ആത്മാവിലേക്ക് ചൊരിയുക. അതിനുശേഷം വീണ്ടും പാപം ചെയ്യാൻ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ശുദ്ധീകരണ സ്ഥലത്തിൽ പോലും പോകാതെ സ്വർഗത്തിലേക്ക് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന വലിയ അനുഗ്രഹമാണ് വർഷിക്കപ്പെടുക. ഇനി ഈ തീർത്ഥാടന യാത്ര നടത്തി കരുണയുടെ വാതിലൂടെ പ്രവേശിച്ച് പൂർണ്ണ ദണ്ഡവിമോചന സകല വ്യവസ്ഥകളും ചെയ്താലും പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കണമെന്ന് നിർബന്ധമില്ല. അതാണ് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുലിഖിതത്തിൽ കർത്താവ് നമ്മെ പഠിപ്പിക്കുക. ഈ കാര്യം കൂടി ഏറ്റെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുകയുള്ളൂ. ഇനി ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ഇതിലേക്കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ സഹോദരൻ, ഇത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുലിഖിതം നമുക്കൊന്ന് ശ്രവിക്കാം. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് ക്ഷമിക്കുകയില്ല. ഈ അടുത്ത കാലത്ത് ഞാനൊരു ധ്യാനത്തിൻ്റെ സമയത്ത് ചില സഹോദരങ്ങൾ ഇപ്രകാരം ചോദിച്ചു. കരുണയുടെ വാതിലൂടെ പ്രവേശിച്ച് ഒരുപാട് പേർക്ക് സാധിച്ചു. അതിനുശേഷം ഒരു സഹോദരി എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, ഞാൻ 4 കരുണയുടെ വാതിലൂടെ കടന്നുപോയി, 4 പ്രാവശ്യം പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടി, സന്തോഷമായി 4 പ്രാവശ്യം. പിന്നീട് ആ സഹോദരി കുമ്പസാരത്തിലൂടെ മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്, അമ്മായിയമ്മയെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് ഇന്ന് 6 മാസമായി. 4 പൂർണ്ണ ദണ്ഡവിമോചന വ്യവസ്ഥകളിൽ 4 വാതിലിലൂടെ അവൾ കടന്നുപോയി. എന്തെങ്കിലും കാര്യമുണ്ടോ? ആ തീർത്ഥാടന യാത്ര മുഴുവൻ വെറും പാഴ്വേലയായി മാറിയില്ലേ? മറ്റൊരവസ്ഥ ഇപ്രകാരമാണ്, തൻ്റെ സമൂഹത്തിൽ എന്നും എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ ബലി അർപ്പിക്കാൻ പോകുന്ന മറ്റൊരു മലയാളി സഹോദരിയോട് വെറുപ്പ് വെച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് വർഷം 7ആയി. വിശുദ്ധ കുർബാനയ്ക്ക് അവൾ പോകും, കുർബാന സ്വീകരിക്കുന്നുണ്ട്, മറ്റവളും വരും, കുർബാന സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ 7 വർഷമായി അവർ സംസാരിക്കാറില്ല. ഒരേ വിശുദ്ധ ബലി അവർ അർപ്പിക്കുന്നു. കർത്താവിൻ്റെ തിരുശരീരത്തെ അയോഗ്യതയോടുകൂടി സ്വീകരിച്ച് കർത്താവിൻ്റെ തിരുശരീരങ്ങൾക്കെതിരെ പാപം ചെയ്ത് മുന്നോട്ട് പോകുന്നു. 4 ദണ്ഡവിമോചനത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് അവൾ മുന്നോട്ട് പോയി. എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതൊക്കെ പാഴ്വേലയായി മാറിയില്ലേ? സഹോദരങ്ങളെ,
ദൈവം താൻ പഠിപ്പിക്കുന്ന ഇപ്രകാരമാ. മത്തായിയുടെ സുവിശേഷത്തിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ തിരുലിഖിതത്തിലൂടെ നിന്റെ തെറ്റ് ചെയ്യുന്നവരോട് നിന്റെ സഹോദരനോട് നീ ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിന്നോട് ക്ഷമിക്കുകയില്ല. ഈ കരുണയുടെ വർഷത്തിന്റെ അവസാന മണിക്കൂറുകളിൽ സഹോദരങ്ങളെ, ദൈവത്തോട് മാത്രം രമ്യതപ്പെടുവാനല്ല ദൈവം നമ്മളെ വിളിക്കുന്നത്. ചിന്തിക്കുകയാ, ഇന്ന് ഈ തിരുമണിക്കൂറിൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ വെറുപ്പ് വെച്ചുകൊണ്ട് നടക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടോ? ഞാൻ വിശുദ്ധിയായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പല തീർത്ഥാടന യാത്രകൾ സന്ദർശിച്ച് കരുണയുടെ വാതിലൂടെ പ്രവേശിച്ചിട്ട് ദൈവകരുണ എൻ്റെ ജീവിതം അതിനെ ഏറ്റെടുത്തിട്ടും വർഷങ്ങൾക്ക് മുമ്പ് ചെറിയൊരു കാര്യം കൊണ്ട് എന്നെ തെറ്റിദ്ധരിപ്പിച്ച് എന്നെ കുറ്റപ്പെടുത്തിയ അല്ലെ എന്നെ വേദനിപ്പിച്ച ആ സ്ത്രീയോട് ആ സഹോദരനോട് ക്ഷമിക്കുവാൻ സാധിക്കാതെ ഇന്നും വെറുപ്പോടുകൂടി മുന്നോട്ട് പോകുന്ന സഹോദരങ്ങളെ, കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയില്ല എന്ന് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ഇന്ന് അരുളി ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ കരുണയുടെ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് സകല വെറുപ്പിൻ്റെ ബന്ധനങ്ങളും നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. സകല വെറുപ്പിൻ്റെ മേഖലകളും വിട്ടുപോകണം. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ ജീവിതങ്ങളിൽ, നിങ്ങളുടെ അയൽവാസികളിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെയെങ്കിലും നിങ്ങളൊന്ന് ഫോൺ വിളിച്ച് സംസാരിച്ചിട്ട് വർഷങ്ങളായെങ്കിൽ മാസങ്ങളായെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ഇപ്പോഴും വെറുപ്പ് വെച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ളതാ. നിന്റെ മനസ്സിൻ്റെ വെറുപ്പെടുത്ത് മാറ്റിയെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്ന ഇപ്രകാരമാ, ഞാനല്ലല്ലോ തെറ്റ് ചെയ്തത്, അവളല്ലേ തെറ്റ് ചെയ്തത്, അവൾ വേണമെങ്കിൽ വന്ന് എന്നോട് സംസാരിക്കട്ടെ, ഇല്ല അവൻ വേണമെങ്കിൽ എന്നോട് വന്ന് സംസാരിക്കട്ടെ, അവരല്ലേ തെറ്റ് ചെയ്തത്. സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു, നീ ബലിയർപ്പിക്കുവാനായി ദേവാലയത്തിലേക്ക് ബലിവസ്തുവുമായി കടന്നു ചെല്ലുമ്പോൾ നിനക്ക് അവരോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ നല്ല കർത്താവ് പഠിപ്പിക്കുന്നത്, മറ്റുള്ളവർക്ക് നിന്നോടെന്തെങ്കിലും വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ ബലിവസ്തു അവിടെ വെച്ച് നീ അവിടെ ചെന്ന് രമ്യതപ്പെട്ട് തിരിച്ചു വന്ന് ബലിയർപ്പിക്കാൻ കർത്താവ് വിളിക്കുകയാണ്. സഹോദരങ്ങളെ, അവളല്ലേ തെറ്റ് ചെയ്തൊരു എക്സ്ക്യൂസ് അല്ല ദൈവസന്നിധിയിൽ. ആര് അനുരഞ്ജനത്തിൻ്റെ, ആര് രമ്യതപ്പെടലിൻ്റെ ആദ്യ സ്റ്റെപ്പ് എടുക്കുന്നോ ആ വ്യക്തിയാണ് അനുഗ്രഹിക്കപ്പെടുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നും നമ്മുടെ ജീവിതങ്ങളിൽ ഏതെങ്കിലും വ്യക്തികളോടുള്ള വെറുപ്പ് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഈ വെറുപ്പ് വെച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധരായി എന്ന് ഓർത്തുകൊണ്ട് ഒരുപാട് പൂർണ്ണ ദണ്ഡവിമോചന വ്യവസ്ഥകളൊക്കെ ചെയ്താലും ഇതൊക്കെ പാഴ്വേലയായി മാറുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹോദരനോട് രമ്യതപ്പെട്ട് മാപ്പ് ചോദിച്ച്, ഇതുവരെ ഫോൺ വിളിക്കാത്തവരെ വിളിച്ചൊന്ന് ഫോൺ വിളിച്ച് സംസാരിച്ച് രമ്യതയോടുകൂടി ഈ കരുണയുടെ വർഷം അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതങ്ങളിൽ കരുണയുടെ വർഷത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ള സഹോദരങ്ങളെ, നവംബർ മാസം 20-ാം തീയതിയോടുകൂടി സഭ പ്രഖ്യാപിച്ച കരുണയുടെ വർഷം അവസാനിപ്പിക്കുന്നു. എന്നാൽ സഭയിൽ കരുണയുടെ ജീവിതം നമ്മൾ ഓരോരുത്തരും ആരംഭിക്കുകയാ നവംബർ മാസം 20-ാം തീയതി. ഇന്ന് വരെ കൊണ്ടുവരുന്ന വെറുപ്പിൻ്റെ ആ പാണ്ടക്കെട്ട് ഇനി 20-നപ്പുറത്തേക്ക് കൊണ്ടുപോകുവാൻ പാടില്ല. ഇതുവരെ ബന്ധിച്ചിട്ടിരുന്ന ബന്ധങ്ങൾ വീണ്ടും യോജിപ്പിച്ചുകൊണ്ട് മാപ്പ് ചോദിച്ചുകൊണ്ട് മാപ്പ് കൊടുത്തുകൊണ്ട് കരുണയുടെ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഫൗസ്തീനായുടെ ഡയറിക്കുറിപ്പിൽ കരുണാമയനായ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി വലിയൊരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊന്നെടുത്ത് ഇപ്രകാരം കരുണയുടെ കർത്താവ് വിശുദ്ധ ഫൗസ്തീനായിലൂടെ അരുളി ചെയ്യുന്ന ഇപ്രകാരമാണ്: നീതിമാനായ വിധിയാളനായി ഞാൻ ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുൻപ് എൻ്റെ കരുണയുടെ കരങ്ങൾ നീട്ടി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരും. എൻ്റെ കരുണയുടെ വാതിലിലൂടെ പ്രവേശിക്കുന്നവർക്ക് എൻ്റെ അനന്തമായ കരുണ ലഭിക്കും. എന്നാൽ എൻ്റെ കരുണയുടെ വാതിലിലൂടെ പ്രവേശിക്കുവാൻ മനസ്സില്ലാത്തവൻ എൻ്റെ നീതിയുടെ വാതിലിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് വളരെ ശക്തമായൊരു താക്കീതാണ് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് വിശുദ്ധ ഫൗസ്തീനായോട് നൽകിയിരിക്കുക. നീതിമാനായ വിധിയാളനായി ഈ ലോകത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് എൻ്റെ കരുണയുടെ കരങ്ങൾ നീട്ടി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരും. എൻ്റെ കരുണയുടെ വാതിലൂടെ പ്രവേശിച്ച് കരുണ സ്വീകരിക്കുകയും കരുണ കൊടുക്കുകയും ചെയ്യുന്നവർക്ക് എൻ്റെ അനന്തമായ കരുണ ലഭിക്കും. ഇനി അത് സ്വീകരിക്കാതെ കരുണയുടെ വാതിലൂടെ പ്രവേശിക്കാൻ മടിച്ചു നിൽക്കുന്നവൻ എൻ്റെ നീതിയുടെ കരങ്ങളിലൂടെ വാതിലൂടെ കടന്നു പോകേണ്ടി വരും. ദൈവനീതിയുടെ കടന്നു പോകുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റ് ചെയ്യുന്നവന് ശിക്ഷ,
നന്മ ചെയ്യുന്നവൻ അനുഗ്രഹം. സഹോദരങ്ങളെ, ദൈവനീതിക്ക് വേണ്ടി കാത്തിരിക്കാതെ ദൈവ കരുണയ്ക്ക് വേണ്ടി കാത്തിരുന്ന് ദൈവ കരുണയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഫൗസ്തീനായുടെ കർത്താവ് നടത്തിയ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഈ വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ ഇന്ന് ലോകത്ത് നിറവേറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം കൂടിയാ ഇത് നമ്മുടെ മുൻപിൽ പങ്കുവയ്ക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരം കരുണയുടെ ഈ വർഷത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പൂർണ്ണമായി ദൈവമായി രമ്യതപ്പെട്ട് ഈ കരുണ മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുത്തുകൊണ്ട് കരുണയുടെ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം ഇന്ന് നമ്മളെ വിളിക്കുമ്പോൾ അവസാനമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യം പ്രകാരം കൂടിയാ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണ കാണിക്കേണ്ടതിൻ്റെ ആവശ്യകത. ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം ഈ വർഷം പ്രാർത്ഥിക്കുമ്പോൾ സഹോദരങ്ങളെ, ശുദ്ധീകരണ സ്ഥലം ഒരു യാഥാർത്ഥ്യമാണെന്നും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണമെന്നും നമുക്ക് സഭ ഈ മാസത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ ജീവിതത്തിൻ്റെ സാഹചര്യം നമുക്കറിയാം. വലിയ അഗ്നി ശുദ്ധി ചെയ്യപ്പെടുന്ന അനുഭവത്തിലൂടെ അവർ കടന്നു പോവുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഭാ പണ്ഡിതന്മാർ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത് നമുക്കൊന്ന് കാണാം. ശുദ്ധീകരണ സ്ഥലത്തെ അവസ്ഥ എന്താണ് എന്ന് സഭാ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. വിശുദ്ധ തോമസ് അക്വീനോസ് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ഇപ്രകാരം പഠിപ്പിക്കുന്നു: ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നി അതിൻ്റെ കാഠിന്യത്തിൽ നരകാഗ്നിക്ക് സമമാണ് എന്നും ആ അഗ്നിസ്പർശം എത്ര ചെറുതായിരുന്നാൽ പോലും ഈ ലോകത്തിലെ വേദനകളെക്കാളെല്ലാം ഭയാനകമാണ് എന്ന് വിശുദ്ധ തോമസ് അക്വീനോസ് നമ്മെ പഠിപ്പിക്കുകയാണ്. വീണ്ടും അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിൽ പുണ്യവാളൻ ശുദ്ധീകരണ സ്ഥലത്തിലെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: അവസാന വിധി ദിവസം വരെ ഭൂമിയിലെ എല്ലാ യാതനകളും സഹിക്കുന്നതാണ് ശുദ്ധീകരണ സ്ഥലത്ത് ഒരു ദിവസം കഴിയുന്നതിനേക്കാൾ ഭേദമെന്ന് അലക്സാണ്ട്രിയയിലെ സിറിൽ പുണ്യവാളൻ നമ്മെ പഠിപ്പിക്കുന്നു. വീണ്ടും വിശുദ്ധ അഗസ്തീനോസ് ശുദ്ധീകരണ സ്ഥലത്തിലെ അവസ്ഥയെക്കുറിച്ച് ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നതിന് മുൻപ് പരേതരായ ആത്മാക്കളെ ശുദ്ധീകരണത്തിനായി ലോകത്തിൽ ഒരിക്കലും ദർശിച്ചിട്ടില്ലാത്തതും അനുഭവിച്ചിട്ടില്ലാത്തതും ഊഹിക്കാൻ പോലും സാധ്യമല്ലാത്തതുമായ എല്ലായിടത്തേക്കും തുളച്ചു കയറുന്നതും ഭയാനകവുമായ അഗ്നിയിലൂടെ കടത്തിവിടുന്നുവെന്ന് വിശുദ്ധ അഗസ്തീനോസ് നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ താൽക്കാലിക ശിക്ഷകൾ ഈ ലോകത്ത് നമ്മൾ പൂർണ്ണമായി ഏറ്റെടുത്ത് തീർത്തിട്ടില്ലെങ്കിൽ, പരിഹാരം ചെയ്തിട്ടില്ലെങ്കിൽ ഈ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുകയാണ്. വിശുദ്ധ ഫൗസ്തീനായ കർത്താവ് ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ശുദ്ധീകരണ സ്ഥലം കാണിച്ചു കൊടുത്തത് വിശുദ്ധ ഫൗസ്തീന ഡയറിക്കുറിപ്പിൽ പങ്കുവയ്ക്കുന്നുണ്ട്. എണ്ണി തീർക്കാൻ സാധിക്കാത്തത്ര ജനമാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ അവിടെ കാണുക. വിശുദ്ധ ഫൗസ്തീന പഠിപ്പിക്കുന്ന ഇപ്രകാരമാ: കരുണയുടെ ജപമാല ചൊല്ലിയും വിശുദ്ധ ബലിയർപ്പിച്ചും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമെന്ന്. കാരണം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് അവർക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന നമുക്ക് മാത്രമേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ക്രൈസ്തവൻ ഉറങ്ങാൻ പോകാൻ പാടില്ല എന്ന് വിശുദ്ധ സിറിൽ ഓഫ് അലക്സാണ്ട്രിയ പഠിപ്പിക്കുകയാണ്. പുണ്യാളം പറഞ്ഞിരുന്ന ഇപ്രകാരമാ: ആഴക്കടലിൽ മുങ്ങിച്ചാകുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് നീന്തലറിയാവുന്ന ഞാൻ അദ്ദേഹത്തെ കണ്ടില്ല എന്ന് നടിച്ച് തിരിച്ചു നടക്കുന്നതിന് തുല്യമാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഉറങ്ങാൻ പോകുന്ന ക്രൈസ്തവനെന്ന്. അത്രമാത്രം വലിയ സഹനത്തിലൂടെയാ ഇന്ന് ശുദ്ധീകരണ സ്ഥല ആത്മാക്കൾ കടന്നു പോകുന്നതെന്നും ഇനി നമ്മൾ ഓരോരുത്തരും ഒരുപക്ഷെ കടന്നു പോകേണ്ടതെന്നും ഇന്ന് വിശുദ്ധരിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സഹോദരങ്ങളെ, ഈ മാസം വളരെ പ്രത്യേകമായി ശുദ്ധീകരണ സ്ഥല ആത്മാക്കൾക്ക് വേണ്ടി വിശുദ്ധ ബലിയർപ്പിക്കുവാനും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും കരുണക്കൊന്തയിൽ പ്രാർത്ഥിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ഫൗസ്തീന ശുദ്ധീകരണ സ്ഥലത്തിൽ കടന്നു ചെന്നപ്പോൾ, കാവൽമാലാക കൂട്ടിക്കൊണ്ട് ചെന്നപ്പോൾ അവിടെ കണ്ട നിരവധിയായ കാര്യങ്ങൾ വിശുദ്ധ ഫൗസ്തീന ഡയറക്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഫൗസ്തീന കണ്ട ഒരു കാര്യം ഇപ്രകാരമാ: പരിശുദ്ധ കന്യകാമറിയം
ശുദ്ധീകരണ സ്ഥലത്തിൽ ചിലപ്പോഴൊക്കെ കടന്നു വരും, അവരെ സന്ദർശിക്കും. പരിശുദ്ധ കന്യകാമറിയ ശുദ്ധീകരണ സ്ഥലത്തിൽ കടന്നു വരുന്ന സമയത്ത് ശുദ്ധീകരണ സ്ഥലത്തെ ചൂട് എടുത്ത് മാറ്റപ്പെടുന്നു. അവിടെ മുഴുവനും ഒരു കുളിർമയുണ്ടാകുന്നു. പിന്നീട് മനസ്സിലാകുന്ന ഇപ്രകാരമാ, പരിശുദ്ധയമ്മയുടെ ജപമാല ചൊല്ലി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവർക്ക് ലഭിക്കുമെന്നുവെന്നും പരിശുദ്ധയമ്മയുടെ സാന്നിധ്യത്തിൽ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ വലിയ കുളിർമ അനുഭവിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കടമ നമ്മൾ ഒരിക്കലും മാറ്റിവെക്കരുത്. അവസാനമായൊരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഫ്ലോറൻസിലെ വിശുദ്ധ ഫ്ലോറൻസ് അന്റോണിയോസ് എന്ന് പറയുന്ന മെത്രാൻ, ഈ മെത്രാൻ്റെ സഭയ്ക്ക് ഒരുപാട് ഉപകാരം ചെയ്ത, സഭയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു സഹോദരൻ മരിച്ചുപോയി. ഇപ്രകാരം മരിച്ചുപോയ സഹോദരന് വേണ്ടി ഈ മെത്രാൻ ഒരുപാട് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. സഭയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പല വൈദികരും ഇദ്ദേഹത്തിന് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഈ ആത്മാവ് കഠിന പീഡ അനുഭവിച്ചുകൊണ്ട് മെത്രാൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഫ്ലോറൻസിന് അന്തോണിസ് മെത്രാൻ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ ആത്മാവിനോട് ചോദിച്ചു, ഇത്രയും നാളും ആയിട്ട് നീ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയില്ലയോ? അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാ. വിശുദ്ധ അന്റോണീസിനോട് ഈ ആത്മാവ് പറഞ്ഞ കാര്യം ഇപ്രകാരമാ, അതെ, ഞാനിപ്പോഴും ശുദ്ധീകരണ സ്ഥലത്തിൽ തന്നെയാണ്. ഇനിയും കുറേ കാലം കൂടി ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയേണ്ടിയിരിക്കുന്ന കാരണം ഈ ലോകത്ത് ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ അവർക്ക് വേണ്ടി പരിഹാരം ചെയ്യുവാനോ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുമ്പോൾ എനിക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ബലികളും എനിക്ക് വേണ്ടി ഉയർന്ന പ്രാർത്ഥനകളുമൊക്കെ ഞാൻ ജീവിച്ചിരുന്നപ്പോൾ പ്രാർത്ഥിക്കേണ്ടിയിരുന്ന ശുദ്ധീകരണ സ്ഥലി ആത്മാക്കൾക്ക് വേണ്ടി നൽകുവാൻ ദൈവം കൽപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ഇനിയും കുറേ വർഷം കൂടി ശുദ്ധീകരണ സ്ഥലത്തിൽ കിടന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്ന നിമിഷങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് ഈ ആത്മാവ് അന്തോണീസിനോട് പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, നമുക്ക് അവസാനമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം നൽകിയിരിക്കുന്ന ഈ വർഷം കരുണയുടെ വർഷം ദൈവമായി രമ്യതപ്പെടുവാൻ ലഭിച്ചിരിക്കുന്ന അവസരം ഏറ്റെടുക്കുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഏതെങ്കിലും സഹോദരനോടോ സഹോദരിയോടോ ഇനിയും വിദ്വേഷത്തോടോ വെറുപ്പോടോ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതവസാനിപ്പിച്ചുകൊണ്ട് കരുണയുടെ ജീവിതം, ഈ കരുണയുടെ വർഷം ആരംഭിക്കുമ്പോൾ അവസാനിക്കുമ്പോൾ ക്രൈസ്തവൻ ആരംഭിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒപ്പം തന്നെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള നമ്മുടെ കടമയും ഒരിക്കലും നിഷേധിക്കാതെ ലാഘവത്തോടെ കാണാതെ നമുക്ക് പ്രാർത്ഥിച്ച് അനുദിനം അനേകം ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് നമ്മളിലൂടെ എത്തപ്പെടുവാൻ നമുക്ക് ക്രമീകരണങ്ങൾ നടത്താം. വിശുദ്ധ ജർത്രൂഡിന് കർത്താവ് നൽകിയ പ്രാർത്ഥന നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിലുണ്ട്. ഒരിക്കൽ കൂടി ആ പ്രാർത്ഥന നിങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കണം. വിശുദ്ധ ശുദ്ധീകരണ സ്ഥലി ആത്മാക്കൾക്ക് വേണ്ടി ഏറ്റവും ശക്തമായ പ്രാർത്ഥന, വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ പ്രാർത്ഥന ഈ പ്രാർത്ഥനയാണ് എന്ന് കർത്താവ് വിശുദ്ധ ജർത്രൂഡിനെ പഠിപ്പിച്ചു. വിശുദ്ധ ജർത്രൂഡിലൂടെ കർത്താവ് പഠിപ്പിച്ച ഈ പ്രാർത്ഥന ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ 1000 ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് കർത്താവ് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്നും അതോടൊപ്പം തന്നെ ഈ ലോകത്ത് അനേകം പാപികളുടെ മാനസാന്തരം സംഭവിക്കുമെന്നും ജർത്രൂഡിനെ കർത്താവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ഈ ഒരു കാര്യം നമ്മുടെ വചനപ്രഭാഷകനായ കരുമത്രയിലെ സന്തോഷ് ബ്രദറുമായിട്ട് പങ്കുവെച്ചപ്പോൾ അദ്ദേഹം അത് സീരിയസ് ആയിട്ട് എടുത്തു. അദ്ദേഹത്തിൻ്റെ ഓരോ കൺവെൻഷനുകളിലും ഈ പ്രാർത്ഥന അച്ചടിച്ച് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ 2 വർഷം മുമ്പ് കാരിസ് ഭവനിൽ ഒരു ധ്യാനിപ്പിക്കുവാനായി ചെന്ന സമയത്ത് സന്തോഷ് ബ്രദർ ഞാൻ ഒന്നിച്ചവിടെ ശുശ്രൂഷ ചെയ്തപ്പോൾ 8 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് സന്തോഷ് ബ്രദർ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞാ 2 വർഷം മുമ്പ് ഒരു കൺവെൻഷനിൽ ശുദ്ധീകരണ സ്ഥലി ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞ് ഈ പ്രാർത്ഥന ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിത് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് 8 വയസ്സുള്ള കൊച്ച് ഈ പ്രാർത്ഥന എല്ലാ ദിവസവും 100 പ്രാവശ്യം വീതം ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ഈ കൊച്ചു കുഞ്ഞ് 8ാമത്തെ വയസ്സിൽ വലിയ മിഷണറിയായി മാറുകയാണ്. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന, ചെറിയ പ്രാർത്ഥന പഠിച്ച് ഓരോ ദിവസവും എത്രമാത്രം ചൊല്ലി പ്രാർത്ഥിക്കാമോ അത്രമാത്രം ഈ പ്രാർത്ഥന ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് സാധിക്കുന്നവരൊക്കെ ഈ പ്രാർത്ഥന ഒന്ന് എടുക്കുക, നിങ്ങളുടെ കൈകളുണ്ടെങ്കിൽ എടുക്കുക. നമുക്ക് ഒന്ന് ചേർന്ന് ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം. നമ്മൾ ആദ്യം മലയാളത്തിൽ ചൊല്ലി പ്രാർത്ഥിക്കും, പിന്നീട് ഇംഗ്ലീഷിൽ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ,
ഒരു പ്രാവശ്യം ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ വലിയ ദൈവിക ഇടപെടൽ ശുദ്ധീകരണ സ്ഥലത്തിലും ഈ ലോകത്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒന്നുചേർന്ന് ഇന്ന് ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ എത്രമാത്രം ആത്മാക്കളെയാണ് നമ്മൾ സ്വർഗത്തിലേക്ക് ഇന്ന് കയറ്റിവിടുന്നതും ഈ ലോകത്ത് എത്രമാത്രം ആത്മാക്കള സാത്താൻ്റെ പിടിയിൽ നിന്ന് രക്ഷ നേടുന്നതും നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈ പ്രാർത്ഥന നമുക്ക് വളരെ ആത്മാർത്ഥതയോടുകൂടി വലിയ അഗ്നിയിൽ കിടക്കുന്ന നമ്മുടെ ഈ സഹോദരങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ശുദ്ധീകരിക്കപ്പെടുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ നമ്മളെയും അവരുടെ സഹനങ്ങളോടൊപ്പം ദൈവസ്ഥനിൽ ചേർത്ത് പ്രാർത്ഥിക്കുമെന്ന് തീർച്ചയാണ്. So we are going to pray a prayer for the souls in purgatory. We are going to pray the prayer Jesus taught Saint Gertrude, the prayer for the souls in purgatory. So we'll pray this prayer first in Malayalam and then we'll pray that prayer for the second time in English. നമുക്ക് ഒന്ന് ചേർന്ന് എല്ലാ മലയാളീസ് ഒന്ന് ചേർന്ന് വലിയ പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ സകല ആത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാ പാപികൾക്ക് വേണ്ടിയും എന്റെ കുടുംബത്തിലെയും എന്റെ തലമുറയിലെയും എല്ലാ പാപികൾക്ക് വേണ്ടിയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. Amen. We're going to say this prayer for the second time in English. You could repeat after me. Eternal Father, I offer you the most precious blood of our Lord Jesus Christ, in union with all the holy masses celebrated throughout the world today, for the souls in purgatory, for sinners everywhere, sinners in the universal church, for those in my own home, and for those within my family. Amen. സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. May the holy souls in purgatory pray for each and every one of us. In the name of the Father and of the Son and of the Holy Spirit. Amen.